നടനും നിർമ്മാതാവുമായ തമ്പി ആന്റണി അമേരിക്കയിൽ നിന്ന് ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ന്യൂസ് 18 കേരളത്തോട്. സ്വിറ്റ്സർലൻഡിലെ ഫിഫയുടെ ആസ്ഥാനം സന്ദർശിച്ചതും തിരികെ എത്തിയപ്പോൾ കൊണ്ടുവന്ന ശേഖരങ്ങളും പ്രേക്ഷകർക്കായി കാണിച്ചു തരിക കൂടിയാണ് തമ്പി ആന്റണി. US-ൽ നിന്ന് പ്രതാപ് ജയലക്ഷ്മിയുടെ റിപ്പോർട്ട്. ഇതൊരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അവിടെ ഫിഫയുടെ ഓഫീസിൽ ഞാൻ അവിടെ ഒരു അതിഥിയായിട്ട് ചെന്നപ്പോൾ അവർ തന്നതാണ് മഞ്ഞക്കാടും ചുമലക്കാടും. ഇത് സാധാരണ റെഫറികൾ കളിക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. എനിക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. നമ്മളോടൊപ്പം ശ്രീ തമ്പി ആന്റണി ഇന്ന് അമേരിക്കയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വേൾഡ് ഫുട്ബോൾ അമേരിക്കയിൽ നടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ഓഫീസായ സ്വിറ്റ്സർലൻഡിലെ ഫിഫയുടെ ഓഫീസ് സന്ദർശിക്കാനും അവിടെ ഗസ്റ്റായി പങ്കെടുക്കാനും അവസരം കിട്ടിയ ആളാണ് ശ്രീ തമ്പി ആന്റണി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പറയട്ടെ. എങ്ങനെയായിരുന്നു അവിടെ പോയത് സ്വിറ്റ്സർലൻഡിൽ? അല്ല, ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഞാൻ ഫ്രാൻസ് വരെ പോയപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അവിടുന്ന് 4.5 മണിക്കൂർ ട്രെയിൻ എടുത്താൽ സൂറിക്കിൽ പോകാം. ഓക്കെ. അപ്പോൾ ഞാൻ അവിടുന്ന് സൂറിക്ക് അത് പോയി 4-5 ദിവസം അവിടെ വിസിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫിഫയുടെ ഹെഡ് ഓഫീസിൽ പോകാമെന്ന്. അത് സൂറിക്കിലാന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഞാൻ പോയത്. പക്ഷേ സാധാരണ അവിടെ ആൾക്കാരെയും സന്ദർശനം അനുവദിക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടും പിന്നെ ഞാനൊരു ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് അവർ കൺസിഡർ ചെയ്തു. എൻ്റെ ഭാഗ്യമൊന്നുമില്ല. അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, പലരോട് സംസാരിച്ചു, ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഒരു 70% ആൾക്കാർ ഇവിടെ ഇല്ല, സ്റ്റാഫ്. അവരെല്ലാം എവിടെയാണോ നോർത്ത് അമേരിക്ക ഈ ഫുട്ബോൾ കളി വിജയിപ്പിക്കാനായിട്ടുള്ള എൻ്റെ ഫണ്ടിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പോയില്ല. അവർ പറയുന്നത് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറും ജോലി ചെയ്ത് ഇത്രയും വലിയൊരു ഇവൻ്റ് അല്ലേ ഫിഫ, മുഴുവൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ടാണ്. അത് ടിക്കറ്റ് എല്ലാം കൊടുത്ത് കൊണ്ടുപോരും. പക്ഷേ ഈ ഡസൻ വാണ്ട് ഗോ പോയില്ല, ബിക്കോസ് ഓഫ് ടു മച്ച് വർക്ക്. പുള്ളി അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ടായി കാണാനും. പിന്നെ അവർ ചെല്ലുന്നവർക്ക് സുവനീറൊക്കെ തരും. നല്ല എന്തൊക്കെ സുവനീറാണ് ഫിഫയുടെ കയ്യിൽ നിന്നും കിട്ടിയത്? ഫിഫ ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ കീ ചെയിന്, പിന്നെ ക്യാപ്പ്, പിന്നെ ഫിഫയുടെ ടീഷർട്ട്. ഓക്കെ. അത് പുറത്ത് കിട്ടുകയില്ല, അവിടെ മാത്രമേ കിട്ടുള്ളൂ. അവർ വിൽക്കുന്നുമില്ല. ഔദ്യോഗിക ടീഷർട്ട്. അത് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. എനിക്ക് 3 എണ്ണം തന്നു. എൻ്റെ മോന് വേണമെന്ന് പറഞ്ഞ്, വൈഫിന് വേണമെന്ന് പറഞ്ഞ് അത് പുറത്ത് മേടിക്കാൻ കിട്ടിയില്ല. നമ്മുടെ ഫിഫയുടെ ട്രോഫി അത് കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ തന്നു, മിനിയേച്ചർ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങള്, പിന്നെ കുറെ കീ ചെയിന്, ഇങ്ങനെ സോവനീർ, വലിയ കാര്യമായിരുന്നു. ഒന്നാമതെ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു, സ്റ്റാഫില്ലല്ലോ. അവിടെ പോയപ്പം കിട്ടിയതിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഫിഫയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ മറ്റേ എന്താ പറയുക, ഇപ്പോൾ ചുവന്ന കാർഡും മഞ്ഞക്കാടും ഒക്കെ വളരെ ഫിഫയുടെ തീരുമാനങ്ങൾ. അത് പറയാൻ പറഞ്ഞത്, ഒരു ചുവന്ന കാർഡും മഞ്ഞക്കാടും എനിക്ക് തന്നത് റഫറി ഉപയോഗിക്കുന്നത്. അത് എൻ്റെ കയ്യിലുണ്ട്. അത് റഫറി ഉപയോഗിക്കുന്നത് അതൊരു സർപ്രൈസായിരുന്നു. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്തിനാണ് ഈ സോവനീറിൻ്റെ കൂടെ അത് തരുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാനത് സന്തോഷമായിട്ട് സ്വീകരിച്ചു. അത് വീട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. അതൊരു വലിയ അനുഭവമായിരുന്നു. വേൾഡ് ഫുട്ബോൾ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനലെത്തി നിൽക്കുകയാണ്. എന്താണ് ഈ ഫിഫയുടെ ഇത്തരം തീരുമാനങ്ങളെക്കുറിച്ച് സംശയം എന്താണ് തോന്നിയിരിക്കുന്നത്? അല്ല, ഈ വർഷം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാകും, പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷം ഈ റീപ്ലേ ചെക്ക് ചെയ്തിട്ട് റെഫറി ഡിസിഷൻ എടുക്കുന്ന അതുകൊണ്ട് എല്ലാം സത്യസന്ധമായിട്ട് പോയി നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു റീപ്ലേ ചെക്ക് ചെയ്യുമ്പം ഈ പറഞ്ഞ ഓഫ് സൈഡ് സംശയം ഉണ്ടായിരുന്നില്ല ഈജിപ്തിൻ്റെ ഗോള്. എന്തൊക്കെയാണെങ്കിലും റെഫറി പറയുന്നതാണ് ഫൈനൽ ഡിസിഷൻ, നമ്മുടെ തീരുമാനം, നമ്മുടെ. അപ്പോൾ അതിൻ്റെ പേര് കോൺട്രവേഴ്സി ഉണ്ടായി. അതുകൊണ്ട് ആരുടെ ഭാഗത്താണെന്നും നമുക്ക് അർജൻറ്റീന അല്ലെങ്കിൽ നമുക്ക് ചില ടീമുകളോട് താല്പര്യമുള്ളതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഇസ് നാച്ചുറൽ. അമേരിക്കയിൽ വെച്ച് ഫിഫയിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഗിഫ്റ്റ് എനിക്കും തന്നു ശ്രീ തമ്പി ആന്റണി. ചുവന്ന കാർഡും മഞ്ഞക്കാടും ഒക്കെ കളിക്കാർക്ക് കൊടുത്തപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു കളിക്കാരനല്ലാത്ത ഒരാളിന് ഫിഫ ചുവന്ന കാർഡും മഞ്ഞക്കാടും കിട്ടിയത്. ശ്രീ തമ്പി ആന്റണിക്കാണ്. അമേരിക്കയിൽ നിന്നും ന്യൂസ് 18 കേരളത്തിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.